ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ അവൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ ഒരവസരം കൂടെ നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഏലിയാവിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് നാം ചില ക്ലാസ്സുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതോടുള്ള ബന്ധത്തിലുള്ള ചില ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ഏലിയാവിൻ്റെ കർമ്മേൽ പ്രവേശനം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലോക്ക്ഡൗണിൽ നിന്നും പ്രവർത്തന പദത്തിലേക്ക്. ഏലിയാവ് നമുക്കറിയാം 3.5 വർഷത്തോളം 2 സ്ഥലങ്ങളിലായി ഒറ്റയ്ക്ക് ഏതാണ്ടൊരു ലോക്ക്ഡൗൺ പോലെ കഴിയുകയായിരുന്നു, ക്വാറന്റൈൻ പോലെ കഴിയുകയായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതിൽ നിന്നും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഏലിയാവിനെയാണ് നാം ഇന്ന് പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിലാണല്ലോ 1 രാജാക്കന്മാർ 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ കൽപ്പനപ്രകാരം ദേശത്ത് നിന്ന് മഴ നീക്കി ക്ഷാമത്തിലേക്ക് നയിച്ച് ഏലിയാവിനെ അവിടെ നിന്നും കെരീത്തിലേക്കും തുടർന്ന് സാരേഫാത്തിലേക്കും മാറ്റിയ ഏലിയാവിനെ വീണ്ടും താൻ തിരികെ ദൗത്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ്. 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഏലിയാവിൻ്റെ ആ ക്യാരക്ടർ സ്റ്റഡിയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കില്ല, ആവശ്യമുള്ള ഭാഗങ്ങൾ ഞാൻ അത് ഉദ്ധരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 18-ന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏറിയ നാൾ കഴിഞ്ഞിട്ട് എന്നവിടെ പറഞ്ഞതിന് ശേഷം 3-ാം സംവത്സരത്തിൽ എന്ന് നമ്മൾ കാണുന്നുണ്ട്. 3 വർഷത്തിലധികം 2 സ്ഥലങ്ങളിലായിട്ട് താൻ കഴിഞ്ഞു. 3 വർഷം 6 മാസം മഴ പെയ്തില്ല എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഏലിയാവിന് 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഏലിയാവിനെ നടത്തി. നാം കേട്ടതുപോലെ തന്നെ കുറെ ദിവസം കെരീത്തിലെ വന്യപ്രദേശങ്ങളിൽ ഏകനായിട്ട് കഴിയേണ്ടി വന്ന ഏലിയാവിനെ തുടർന്ന് ഏലിയാവിന്റെ വിശ്വസ്തത തിരിച്ചറിഞ്ഞ് അവനെ ഒരു പട്ടണത്തിലേക്ക്, സാരേഫാത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ സംരക്ഷണം നൽകി. വിധവയ്ക്കുണ്ടായ കഷ്ടത്തില് വിടുതൽ നൽകുന്നതിന് ഏലിയാവിനെ പ്രാപ്തനാക്കി. ദൈവത്തിങ്കിലുള്ള വിശ്വാസവും വീര്യവും ഒക്കെ വർദ്ധിക്കുവാൻ ഈ സംഭവങ്ങൾ, 2 സ്ഥലങ്ങളിലെ അനുഭവങ്ങൾ ഏലിയാവിനിടയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 3 വർഷം കൊണ്ട് ഏലിയാവ് കുറെ കൂടെ ഒന്ന് പാകപ്പെടുവാൻ, ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടത്തക്ക രീതിയിൽ പാകപ്പെടുവാനായിട്ടിടയായി. ഏതൊരു പ്രവർത്തന പഥത്തിലേക്ക് അല്ലെങ്കിൽ ദൈവിക നിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പും ഒരു ദൈവികമായ ഒരുക്കം ആവശ്യമാണ് എന്നുള്ളത് ഏലിയാവിന്റെ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തില് നാം വായിക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവ് സ്നാനം ഏറ്റ ശേഷം പരസ്യ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പായി 40 ദിവസം ഉപവാസത്തോടെ ചെലവഴിച്ചു. അത് ചെലവഴിച്ചത് ഒരു വനപ്രദേശത്ത്, ഒരു മരുഭൂമി പ്രദേശത്ത് തന്നെയാണ്. മരുഭൂമി പ്രദേശത്ത് ഇംഗ്ലീഷിൽ വായിച്ചാൽ he was in the wilderness 40 days and he was with the wild beasts and the angels were ministering to him എന്ന് വായിക്കുന്നുണ്ട്. അവനെ ഒരു വനപ്രദേശത്തിൽ വന്യജീവികളോടൊപ്പമാണ് കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം കഴിഞ്ഞത് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. താൻ പരസ്യ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിച്ച് ആഹാരമൊന്നുമില്ലാതെ ദൈവദൂതന്മാരുടെ സംരക്ഷണ അല്ലെങ്കിൽ ആ പരിചരണത്തിൽ ആ 40 ദിവസം അവിടെ കഴിഞ്ഞിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അതുപോലെ ഈ ഏലിയാവിനെയും
കെരീത്ത് തോട്ടിന്റെയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സാരഭാത്തിലേക്കും കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ആ അനുഭവം, കെരീത്ത് തോട്ടിലെ അനുഭവം ശരിക്കും കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ ആയിരുന്ന അതേ അനുഭവത്തിൽ തന്നെ ആയിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെയും ദൂതന്മാരാൽ ആണ് സംരക്ഷണം ഉണ്ടായത്. അവിടെ നിന്നും ഈ സാരഭാത്തിലേക്ക് വന്നത് ശരിക്കും തിബിരിയോസ് കടൽക്കരയിലെ കഫർന്നഹൂമിലെ ഒരു അനുഭവമാണ് ഏലിയാവിന് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷയിൽ ഇറങ്ങുമ്പോൾ പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ടല്ലോ. അതിലൊന്നാണ് കഫർന്നഹൂമില് വച്ച് നടക്കുന്ന വലിയ അത്ഭുതം. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. അതുപോലെ ഉള്ള ഒരു പോഷണമാണ് സാരഭാത്തില് വിധവയ്ക്കും കുടുംബത്തിനും അതുപോലെ ഏലിയാവിനും ലഭിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതേ പട്ടണത്തിൽ വെച്ച് നടന്നത് മറ്റൊരു സംഭവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മരിച്ച മകനെ ഉയർപ്പിച്ച പോലുള്ള ഒരു അനുഭവവും ഈ സാരഭാത്തിൽ ഏലിയാവിനോ അനുഭവപ്പെട്ടു. തനിക്ക് സംരക്ഷണം നൽകിയ ആ വിധവയുടെ മകൻ മരിച്ചു. അവിടെ നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടേക്ക് കടന്നു ചെന്ന് ആ മകനെ ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് എണീപ്പിച്ചതുപോലെ ഇവിടെയും ഏലിയാവ് ആ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൽ നിന്ന് ആത്മീകവും ഭൗതികവുമായ എല്ലാവിധ പോഷണവും ലഭിച്ച ഏലിയാവിനെ തുടർന്ന് വലിയ പോരാട്ടങ്ങൾക്കായിട്ട് നിയോഗിക്കുകയാണ്. പോരാട്ടങ്ങൾക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം ആയിരുന്നു ശരിക്കും ഈ ഒളിപ്പിച്ചു വെച്ച 17-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു നീ കെരീത്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞ് ആ ഒളിപ്പിച്ചു വെച്ച ആ സംഭവങ്ങൾ ശരിക്കും ഇതിനുള്ള ഒരു തയ്യാറെടുപ്പ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ നിയോഗം അത് അതേപോലെ അനുസരിക്കുന്ന ഒരു ഏലിയാവാണ്. ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഫിലിപ്പോസിനെ ശമരിയിൽ നിന്നും നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ യാതൊരു വിസമ്മതവും കൂടാതെ പോയതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അനന്യാസിനോട് പറയുന്നുണ്ട് നീ നേർവീതിയിൽ യൂദയുടെ വീട്ടിലേക്ക് പോകാൻ. എന്തിനു വേണ്ടി? ശൗലിനെ പൗലോസാക്കി മാറ്റുന്നതിന് വേണ്ടി അവിടേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ അവരെല്ലാം അത് ശിരസാ വഹിച്ചുകൊണ്ട് കർത്താവിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ആ ആഹ്വാനങ്ങൾ അത് ശരിക്കും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അവർക്കൊന്നും ഒരു പരാജയവും സംഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഏലിയാവിനെ ഇവിടെ വീണ്ടും ആഹാബിന്റെ മുന്നിലേക്ക് അയക്കുകയാണ്. 3.5 വർഷം കൊണ്ട് ദൈവം ഏലിയാവിനെ ഒരു കൂടുതൽ കരുത്തുള്ള ഏലിയാവാക്കി മാറ്റി എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഈ സമയം ശമരിയ ആഹാബിന്റെ പട്ടണമാണല്ലോ. ശമരിയയിലാണ് ആഹാബ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ക്ഷാമമാണ്. ഈ സമയത്താണ് ക്ഷാമം മാറിയിട്ടില്ല, മഴ തുടങ്ങിയിട്ടില്ല. മഴ പെയ്യണം എന്നുള്ളത് അറിയിക്കാനാണ് ഏലിയാവ് പോകുന്നത്. ആ ദേശത്ത് ഭയങ്കരമായ ക്ഷാമമാണ്. മാത്രമല്ല ഈ കാലയളവിൽ ആഹാബ് തൻ്റെ പടയാളികളെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയച്ച് ഏലിയാവിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നാം 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോയാൽ അവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ ഏലിയാവിനെ കണ്ടെത്തുവാനായിട്ട് ആഹാബിന് കഴിഞ്ഞില്ല. ഈ പ്രത്യേകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ശമരിയയിൽ ഇപ്പോഴും ക്ഷാമമാണ്. ആഹാബ് ഇപ്പോഴും ഏലിയാവിനെ കിട്ടിയാൽ കൊന്നുകളയണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ആഹാബും ഇസബേലും കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഏലിയാവിനോട് ദൈവം പറയുന്നത്, നീ എന്താ പറയുക, നീ ആഹാബ് രാജാവിനെ നിന്നെ തന്നെ കാണിക്കാം. നീ പറഞ്ഞതുപോലെ മഴ പെയ്തില്ല, ഇതുവരെയും മഴ പെയ്തില്ല. പക്ഷേ ഇനിയും അടുത്ത പടിയൂടെ നടക്കണം. നീ പറഞ്ഞാൽ അടുത്ത മഴ പെയ്യണം. അതും എൻ്റെ ഒരു ആഗ്രഹമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതാണ് ദൈവം അവിടെ പറയുന്നത്, ഞാൻ ഭൂതലത്തിലൊക്കെയും മഴ പെയ്യിക്കാനായിട്ട് പോവുകയാണ്. അത് നീ പറയണം. മഴ പെയ്യില്ല എന്ന് പറയിച്ച ആഹാബിനെ കൊണ്ട് തന്നെ മഴ പെയ്യാൻ പോകുന്നു എന്നും പറയണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇത് തന്നെയാണ്. ദൈവത്തിന്റെ ന്യായവിധി അറിയിക്കുക എന്നുള്ളത് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ന്യായവിധി മാത്രമല്ല നാം പറയേണ്ടത്, ദൈവത്തെ കുറിച്ചുള്ള, ദൈവം നൽകുവാൻ പോകുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വിടുതലിനെ കുറിച്ച് പറയുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആഹാബ് ആ ശമരിയ പ്രദേശത്ത് അല്ലെങ്കിൽ ഇസ്രയേൽ പ്രദേശത്ത് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പറഞ്ഞ അതേ ഏലിയാവിനെ കൊണ്ട് തന്നെ അവർക്ക് നൽകുവാൻ പോകുന്ന വിടുതലിനെ കുറിച്ച് ക്ഷാമം മാറുവാനായിട്ട് പോകുന്നു, മഴ പെയ്യുവാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യവും
അറിയിക്കുവാൻ ഏലിയാവിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നാമും രണ്ട് കാര്യങ്ങളും ദൈവം നമ്മെ പരമേൽപ്പിച്ചിട്ടുണ്ട്. ദൈവം വരുത്തുവാൻ പോകുന്ന, മനുഷ്യവർഗത്തിന് വരുത്തുവാൻ പോകുന്ന അന്തിമമായ ന്യായവിധിയെക്കുറിച്ച് നാം പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും അതിൽ മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വിടുതലും പറയുവാനും നാം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവം കരുണയുള്ളവനാണ്. അവൻ ദേശത്ത് മഴ പെയ്യിക്കുവാനായിട്ട് പോകും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദേശത്ത് മഴ നൽകുവാനും നൽകാതിരിക്കുവാനും ദൈവത്തിന് കഴിയും. അതെല്ലാവരും അറിയണമെന്നുള്ളത് ഇസ്രായേൽ ജനം അത് മറന്നു കളഞ്ഞു. ആവർത്തന പുസ്തകത്തിൽ അവർ കൊടുത്തിരുന്ന കാര്യമാണ്. നമ്മൾ അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും എന്ന് ആവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമാണ് മഴ നൽകുന്നതും നൽകാതിരിക്കുന്നതും. എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്ന വലിയവനായ ദൈവം തന്നെയാണ്. ഇവിടെ ആഹാബിനെ കാണിക്കുവാൻ, നിന്നെ തന്നെ കാണിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ യാതൊരു വിസമ്മതവും കൂടാതെ ഏലിയാവ് പുറപ്പെടുകയാണ്. ഒരു എതിർപ്പും പറഞ്ഞില്ല. ദൈവകൽപ്പന, അതാണ് ദൈവത്തിന്റെ ഏലിയാവെന്ന് ഞാൻ പറയാനുള്ള കാരണം. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ, യാതൊരു മാറ്റവും കൂടാതെ അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഏലിയാവിനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. മോശയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ, മോശ അവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന് മിദ്യാനിലേക്ക് മടങ്ങിപ്പോകുന്നല്ലോ. മിദ്യാനിലേക്ക് വന്ന് പാർത്തു, 40 വർഷം പാർത്തു. 40 വർഷം ഒരു അഭ്യസനമായിരുന്നു. നമുക്കറിയാം, മിസ്രൈമിൽ ലഭിച്ച ജ്ഞാനവും അഭ്യസനവും എന്നവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൈവജനത്തെ വിടുവിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി തന്നെയായിരുന്നു മിദ്യാനിൽ 40 വർഷം ആടുകളെ മേയ്ക്കുന്ന ജോലിയിലേക്ക് മോശയെ നടത്തിയത് നമുക്ക് അറിയാനായിട്ട് കഴിയും. ഈ 40 വർഷം നടത്തി അവൻ ശരിക്കുമുള്ള പാകത്തിലേക്ക് എത്തിയപ്പോൾ, ദൈവത്തിന്റെ ഏതാണ്ട് സൗമ്യമുള്ള മനുഷ്യനും ദൈവഭവനത്തിൽ വിശ്വസ്തനായ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ പാകത്തിലെത്തിയപ്പോൾ മോശയെ വീണ്ടും ദൈവം ആദ്യമായിട്ട് പ്രത്യക്ഷനായിട്ട് വിളിക്കുമ്പോൾ മോശ അവിടെ ധാരാളം ഏതാണ്ട് 5 എക്സ്ക്യൂസുകൾ, ഒഴിവുകഴികൾ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇല്ലേ, ഞാൻ എന്തുള്ളൂ, അവിടെ പറയുകയാണ് ഞാൻ എന്തുള്ളൂ. പിന്നെ ദൈവത്തിന്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത് പറയുകയാണ്, അവിടെ ചെന്നിട്ട് അവർ ചോദിക്കും, നിന്നെ ആരയച്ചത്? ദൈവത്തിന്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇസ്രായേൽ മൂപ്പന്മാരെന്നെ വിശ്വസിക്കില്ല, എനിക്ക് വാക്സാമർത്ഥ്യമില്ല. ഇങ്ങനെ 4 ഒഴിവുകൾ ആദ്യം പറഞ്ഞു. അവസാനം പറയുകയാണ്, അങ്ങ് വേറെ ആരെങ്കിലും അയച്ചാൽ മതി, എനിക്ക് എന്നെ അയക്കണം. നോക്കിയേ, മോശയെ ശരിക്കുമുള്ളൊരു പാകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മോശയെ വിളിക്കുമ്പോൾ മോശ തന്നെ, ഇത്രയും വലിയ ആളായ പ്രവാചകൻ എന്നറിയപ്പെടുന്ന മോശ തന്നെ 5 എക്സ്ക്യൂസുകളാണ് ദൈവത്തിന്റെ മുമ്പാകെ വെക്കുന്നത്. എന്നാൽ ഇവിടെ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മടുപ്പുമില്ലാതെ, എന്ന് പറഞ്ഞാൽ ഒരു വൈമനസ്യവും കൂടാതെ ദൈവത്തിന്റെ കൽപ്പന അതുപോലെ കാട്ടിലായാലും ശരി നാട്ടിലായാലും ശരി ദൈവത്തിന്റെ അരുളപ്പാടിനായിട്ട് ശരിക്കും കാത്തിരുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏലിയാവ്. മാത്രമല്ല, ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് തന്നെ സമർപ്പിക്കുന്നു. അടിയൻ ഇതാ എന്ന് പറഞ്ഞ് പോകുന്ന തരത്തിലുള്ള ഒരു മനോഭാവമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ഈ പറഞ്ഞിട്ട് പിന്നെ ഒട്ടും താമസിക്കുന്നില്ല, പിന്നെ ഒരു പ്രിപ്പറേഷനും ഇല്ല. 3.5 വർഷം കഴിഞ്ഞു. അതേ സമയം തന്നെ ദൈവം അരുളി ചെയ്ത അതേ സമയം തന്നെ അവിടുന്ന് പുറപ്പെടുകയാണ്. ഒരു ഒഴിവൊഴിവും പറയാതെ. വേണമെങ്കിൽ പല ഒഴിവൊഴികളും ഈ ഏലിയാവിന് പറയാം, ഞാൻ നേരിൽ തന്നെ പറയണോ, വേറെ ആരെങ്കിലും വിട്ട് പറയിച്ചാൽ പോരെ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, മഴ പെയ്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയാൽ പോരെ എന്നൊക്കെ പറയാം. പക്ഷെ അല്ല, നീ പറയേണ്ട കാര്യം ഒരിക്കൽ പറഞ്ഞു, ഇനിയും നീ തന്നെ പറയണം എന്നുള്ളതാണ്. അങ്ങനെ ഒന്നും ചോദിച്ചില്ല ഏലിയാ, ഒന്നും ചോദിക്കാതെ പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തിന്റെ കൽപ്പന ശിരസ്സാ വഹിക്കുന്ന ഏലിയാവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അവിടെ നിന്നും ആ സാരെഫാത്തിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. വിധവയും കൂട്ടരും യാത്രയാക്കിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ സാരെഫാത്തിനോട് വിട പറഞ്ഞ് അവിടെ തന്നെ ഏതാണ്ട് ഒരു 2 വർഷത്തോളം പോറ്റിയ ആ വിധവ, അവിടുത്തെ നാട്ടുകാരും ഒക്കെ വളരെയധികം ഏലിയാവിനെ കുറിച്ച് അറിഞ്ഞു കാണും. അവരോടെല്ലാം സലാം പറഞ്ഞുകൊണ്ട്
നേരെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പുറപ്പെടുകയാണ്. ഒരുപക്ഷെ ഏലിയാവിനാകെ അയ്യോ ഇവിടെ തന്നെ ആയിരുന്നാൽ മതി, അപ്പത്തിന് കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്, സുഖമായിട്ട് ഇവിടെ കഴിയാമല്ലോ എന്നൊക്കെ വേണമെന്ന് വിചാരിച്ചിരിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കാതെ നേരെ പോവുകയാണ്. 18-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഏലിയാവ് ആഹാബിനെ തന്നെത്താൻ കാണിക്കുവാൻ പോയി. പ്രതികൂലമായ സാഹചര്യം, ശമര്യയിൽ കഠിനമായ ക്ഷാമം, കോപാകുലനായ ആഹാബ്, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവജനം, ഇതൊക്കെ അറിയാവുന്ന ഈ ഏലിയാവ് നേരെ അവിടത്തേക്ക് പോവുകയാണ്. ഏലിയാവിന്റെ മനസ്സിൽ ശരിക്കും ഇങ്ങനെയായിരിക്കും, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഈ മോശ ഞാൻ എന്തുള്ളൂ, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം ഒരു കാര്യം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്നിട്ട് പോലും ഈ മോശ വീണ്ടും പല എക്സ്ക്യൂസുകൾ പറയുകയാണ്. എന്നാൽ ഇവിടെ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സവും പറയാതെ അടിയനിത എന്നുള്ള ആ മനോഭാവത്തിൽ കടന്നു പോവുകയാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ എന്ന് പറഞ്ഞ ആ രീതിയിൽ ദൈവത്തിന്റെ വാക്ക് അതുപോലെ അനുസരിക്കുന്ന ഒരു ഏലിയാവിനെ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഏലിയാവ് ആഹാബിനെ കാണുവാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു ആളുമായിട്ടുള്ള ഒരു സംഭാഷണം നടക്കുന്നു. അതാണ് ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ഓബദ്യാവ് എന്ന ഒരു ആഹാബിന്റെ ഗ്രഹവിചാരകനെ കുറിച്ച് പറയുന്നുണ്ട്. സാരെഫാത്തിൽ നിന്നും പുറപ്പെട്ട് ഏലിയാവ് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു രാജഭൃത്യനും രാജാവിന്റെ ഗ്രഹവിചാരകനുമായ വ്യക്തിയാണ് ഓബദ്യാവ്. ശമര്യയിലെ ക്ഷാമത്തെ നേരിടുന്നതിന് വേണ്ടി കുതിരകളെയും കോവർ കഴുതകളെയുടെ ജീവനെങ്കിലും നിലനിർത്തണമെന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആഹാബ്, അതിനായിട്ട് നീരുറവകളിൽ പുല്ലുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ആര്? ഓബദ്യാവിനെ. ഓബദ്യാവ് എന്ന ഗ്രഹവിചാരകൻ, അതായത് രാജാവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കാര്യസ്ഥനാണ് ഈ ഓബദ്യാവ്. ഈ ഓബദ്യാവിനെ എന്തിനു നിയോഗിക്കുകയാണ്? പുല്ല് പറിക്കാൻ വിട്ടതല്ല, ഈ നീരുറവകളിൽ എവിടെയെങ്കിലും പുല്ലുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് വിടുകയാണ്. ആഹാബും ഒരു വഴിക്ക് പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഓബദ്യാവ് ഈ ഗ്രഹവിചാരകത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. രാജാവും കൂടെ പോകും. രാജാവിന് പ്രജകളുടെ കാര്യമൊന്നും അല്ല പ്രശ്നം. എന്താ? അവന്റെ കുതിരയും കഴുതയെങ്കിലും ഒന്ന് സംരക്ഷിക്കണം. ജനമൊക്കെ വളരെയധികം ക്ഷാമത്തിലൂടെ കടന്നു പോവുക. എന്നാൽ ഈ കുതിരയും കഴുതയും എന്നൊക്കെ പറയുന്നത്, കോവർ കഴുത എന്നൊക്കെ പറയുന്നത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം സ്വത്താണ്, അവന്റെ സ്വത്താണ്. മറ്റുള്ളവർ ജനത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കുതിരയും കഴുതയെങ്കിലും പോറ്റണം. അതിനുവേണ്ടി ഈ കാര്യസ്ഥനെയും താനും മനക്കെട്ടിറങ്ങുന്ന ആ ആഹാബിനെയാണ്, ഈ ലോകത്തിനോട് പറ്റി നിൽക്കുന്ന ആഹാബിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കി പോകാനായിട്ട് കഴിയും. തൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന കാര്യസ്ഥൻ, കഷ്ടതയ്ക്കും ക്ഷാമത്തിനുമുള്ള കാരണം ശരിക്കും മനസ്സിലാക്കാത്ത രാജാവ്. ഇന്നത്തെ ഇത്തരത്തിലുള്ള ഭരണാധികാരികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവിക കാര്യങ്ങളെയൊക്കെ മറന്ന് ഈ ലോകത്തിലെ തൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രജകളുടെ മാത്രം പോലും നോക്കാതെ തൻ്റെ സ്വന്തം കാര്യം നോക്കിപ്പോകുന്ന നേതാക്കന്മാരെയും ഭരണാധിപന്മാരെയും ഒക്കെ നമുക്കിന്ന് കാണാനായിട്ട് കഴിയും. ദുഷ്ടനായ രാജാവിൻ്റെ ഭക്തനായ ഗ്രഹവിചാരകനാണ് ഓബദ്യാവ്. ദുഷ്ടനായ രാജാവിൻ്റെ ഭക്തനായ ഗ്രഹവിചാരകൻ. ഇതിനു മുമ്പ് ഓബദ്യാവിനെ കുറിച്ച് എങ്ങും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഈ ഓബദ്യാവിനെ കുറിച്ച് എങ്ങും കാണുന്നില്ല. എന്നാൽ ഈ ഏലിയാവും ഓബദ്യാവും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. തിരുവചനത്തിൽ അതിനെക്കുറിച്ച് നേരത്തെ പറയുന്നില്ല എങ്കിലും ഏലിയാവും ഓബദ്യാവും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. എങ്ങനെ അറിയാമെന്നറിയാമോ? ഈ ഏലിയാവും ഓബദ്യാവും തമ്മിൽ കണ്ടപ്പോഴുള്ള ആ പ്രത്യേകമായ ആ രീതിയും സംഭാഷണവും വെളിവാക്കുന്നതാണ്. ഏലിയാവിനെ കണ്ടപ്പോൾ തന്നെ ഓബദ്യാവ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നുണ്ട്. എൻ്റെ യജമാനനായ ഏലിയാവോ, അവൻ എവിടെയാണെന്ന് രാജാവ് ദേശത്തൊക്കെ അന്വേഷിച്ചിട്ടും കിട്ടാത്ത ഏലിയാവ ഇപ്പം ഓബദ്യാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുമ്പോൾ ഇവര് തമ്മിൽ, ഓബദ്യാവും ഏലിയാവും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് കാണാനായിട്ട് സാധിക്കും. ഏലിയാവിനെ കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ഓബദ്യാവ്
വഴിയിൽ ഇരിക്കുമ്പോൾ എന്ന് 18-ാം അധ്യായം വാക്യങ്ങളൊന്ന് പോയിക്കൊള്ളണം. 18-ാമത്തെ 7-ാം വാക്യത്തില് ഏലിയാവ് എതിരേറ്റ് വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് എന്നോടൊരു പ്രയോഗമുണ്ട്. അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു, എൻ്റെ യജമാനനായ ഏലിയാവോ എന്ന് ചോദിച്ചു. അതാണ് ഓബദ്യാവും ഏലിയാവും തമ്മിലുള്ള ആദ്യത്തെ രംഗം. അവനെ നമസ്കരിക്കുന്നു, എൻ്റെ യജമാനനായ ഏലിയാവോ. എത്ര അതിശയകരമായിട്ടാണ് ഈ ഓബദ്യാവ് ഏലിയാവിനെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഓബദ്യാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹോവയുടെ ദാസൻ എന്നാണ്. ശ്രദ്ധിച്ചിരിക്കുക, അല്പമായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഓബദ്യാവ് എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദാസൻ, സർവന്റ് ഓഫ് ജഹോവ, സർവന്റ് ഓഫ് ജഹോവ. വേദപുസ്തകത്തില് 13 ഓബദ്യാവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അല്പം ബോറടിക്കാതെ ഇരിക്കണം, ശ്രദ്ധിച്ച് കീനായിട്ടിരുന്നാൽ നമുക്ക് ഈ വിഷയങ്ങൾ കുറച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ നേരിട്ടല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനും പറയാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കുകയും ഞാൻ തന്നെ പറയുകയും ചെയ്യുകയാണ്. 13 ഓബദ്യാവുകളെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പറയണമെന്നുണ്ട്, സമയത്തിന്റെ പരിധി ഉണ്ട്. മാത്രമല്ല എൻ്റെ വിഷയം അതുമല്ലല്ലോ. നമുക്കറിയാം, മറ്റൊരു ഓബദ്യാവിനെ അറിയാം അല്ലേ? ചെറിയ പ്രവാചകനായ ഓബദ്യാവ്. ഓബദ്യാവ് എന്ന പ്രവചനം എഴുതിയ ചെറിയ പ്രവാചകനായ ഓബദ്യാവ്, ഏദോമിനെതിരെ പ്രവചിച്ച പ്രവാചകനാണ് ആ ഓബദ്യാവ്. അതുപോലെ അത് ഒരു ഓബദ്യാവാണ്. മറ്റൊരു ഓബദ്യാവിനെ കുറിച്ച് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തില് യഹൂദ ഗോത്രത്തിലെ ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ഒരു പ്രമാണി, അങ്ങനെ ഒരു ഓബദ്യാവ്. അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 7-3 ഇസാഖാർ ഗോത്രത്തില് ഇസ്രാഹ്യാവിന്റെ 5 പുത്രന്മാരിൽ ഒരുവനായ ഓബദ്യാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഓബദ്യാവുമാരെല്ലാം നല്ല ഭക്തന്മാരാണ്. അതുകൊണ്ടാണ് അവരെയൊക്കെ ദോഷമായ കാര്യങ്ങൾ രേഖപ്പെടുത്താനല്ല ഈ ഓബദ്യാവുമാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 13 ഓബദ്യാവന്മാരെ കുറിച്ച് ഒരു നെഗറ്റീവ്സും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. 4-മതൊരു ഓബദ്യാവുണ്ട്. 1 ദിനവൃത്താന്തം തന്നെ 8:38 1 ദിനവൃത്താന്തം 9:44 ബെന്യാമിൻ ഗോത്രത്തിലെ ശൗലിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ആസേലിന്റെ 6 പുത്രന്മാരിൽ ഒരുവൻ പ്രവാസ കാലഘട്ടത്തിൽ യെരുശലേമിലുണ്ടായിരുന്ന ഓബദ്യാവാണ്. 5-ാമത്തെ ഓബദ്യാവ് 1 ദിനവൃത്താന്തം 9:16 ലേവ്യനായ ശമയ്യാവിന്റെ മകൻ, അതും യെരുശലേമിൽ പാർത്തിരുന്ന പ്രവാസത്തിലായിരുന്നപ്പോൾ ഉള്ള ഒരു ഓബദ്യാവാണ്. മറ്റൊരു ഓബദ്യാവ് നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ്. 12-ാം അധ്യായം 25-ാം വാക്യം, ദൈവാലയത്തിലെ വാതിലുകൾക്കരികെയുള്ള ഭണ്ഡാരഗ്രഹം സൂക്ഷിക്കുന്ന, വളരെ വിശ്വസ്തമായ ഒരു ശുശ്രൂഷയാണത്. ഭണ്ഡാരഗ്രഹം അതിനുവേണ്ടി ഏൽപ്പിച്ചിരുന്ന ആൾക്കാരിൽ ഒരാളാണ് ആ ഓബദ്യാവ്. പിന്നെ 1 ദിനവൃത്താന്തം 12:19 മറ്റൊരു ഓബദ്യാവിനെ കുറിച്ച്, ദാവീദിനോട് സിഗ്ലാഗിൽ വെച്ച് ചേർന്ന കുറെ പേരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതില് ഒരു ഓബദ്യാവ് ഉണ്ടായിരുന്നു. ആ ഓബദ്യാവിനെ കുറിച്ച് പറയുന്നു, സിംഹമുഖന്മാരും മാൻപേട പോലെ വേഗതയുള്ളവരും എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുള്ള ഓബദ്യാവാണ് ആ ദാവീദിനോടൊപ്പം ചേർന്ന ഓബദ്യാവ്. മറ്റൊരു ഓബദ്യാവ് 1 ദിനവൃത്താന്തം 27:19 ദാവീദിന്റെ കാലഘട്ടത്തിൽ തന്നെ സെബുലൂൻ ഗോത്രത്തിന്റെ പ്രഭുവായിട്ട് നിയമിക്കപ്പെട്ട, ദാവീദ് നിയമിച്ച ഒരു ഓബദ്യാവുണ്ട്. അതും ഓബദ്യാവാണ്. 9-മതൊരു ഓബദ്യാവുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17:7 യഹോശാഫാത്ത് രാജാവ് യഹൂദയിലെ രാജാവായിരിക്കുമ്പോൾ ന്യായപ്രമാണം പഠിപ്പിക്കുവാനായിട്ട്, ജനങ്ങളെയൊക്കെ ന്യായപ്രമാണം പഠിപ്പിക്കുവാനെന്ന് പറഞ്ഞ് ആ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയപ്പോൾ ആ ന്യായപ്രമാണ പുസ്തകം പഠിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത് ഒരു ഓബദ്യാവിനെയാണ്. ഇങ്ങനെ ഈ ഓബദ്യാവുകളെ കുറിച്ച് പറഞ്ഞാലേ വളരെ ഭയങ്കരമായ ഒരു പഠനമാണ്. ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് നിയോഗിച്ച ഓബദ്യാവ്. 10-ാമത്തെ ഓബദ്യാവ് 2 ദിനവൃത്താന്തം 34:12 മെരാര്യ കുടുംബത്തിൽപ്പെട്ട ഒരു ലേവ്യനാണ്. ദൈവാലയത്തിലെ അറ്റകുറ്റപ്പണികള് തീർക്കുന്നതിന് വേണ്ടി, മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി യോശിയ രാജാവ്, യഹോശാഫാത്ത് രാജാവിന് ശേഷം വന്ന യോശിയ രാജാവ് നിയോഗിച്ച ഒരു വ്യക്തിയാണ്. അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടി, പൊടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെയൊക്കെ പണിയുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഓബദ്യാവാണ് 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 12 ഓബദ്യാവ്. തീർന്നില്ല. 11-മത് മറ്റൊരു ഓബദ്യാവുണ്ട്. യെസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ ബാബേൽ പ്രവാസത്തിൽ നിന്നും യെസ്രയോടൊപ്പം വന്ന യെഹിയേലിന്റെ പുത്രനായ ഓബദ്യാവ്, യെരുശലേമിനെ പണിയുന്നതിന് വേണ്ടി കടന്നു വന്ന ആ യെസ്രയെ സഹായിച്ച ഒരു ഓബദ്യാവ്. 12-മത് നെഹമ്യാവിന്റെ പുസ്തകം തന്നെ 10-ാം അധ്യായം 5-ാം വാക്യത്തില് നെഹമ്യാവിനോടൊപ്പം ഉടമ്പടിയിൽ
മുദ്ര വെച്ച ഒരു ഓബദ്യാവുണ്ട്. 13ാമത്തെ ഓബദ്യാവാണ് ഈ ഓബദ്യാവ്. ആര്? ഗ്രഹവിചാരകനായ ഓബദ്യാവ്. ഈ 13 പേരും വളരെയധികം നല്ല ഓബദ്യാവന്മാരാണ്. ഇതിൽ 2 പേരാണ് വളരെ പ്രസിദ്ധരായത്. അതൊന്ന് ഏലിയാവിലൂടെ പ്രസിദ്ധനായ ഓബദ്യാവും, മറ്റൊന്ന് ഏദോമിനെതിരെ പ്രവചിച്ച ചെറിയ പ്രവാചകനായ ഓബദ്യാവും. ഇതില് ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ഓബദ്യാവ് മാത്രമേ ഉള്ളൂ. അത് ഈ ഓബദ്യാവിന്റെ പ്രവചനം എഴുതിയ ഓബദ്യാവ്. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഈ ഓബദ്യാവ് ഒരു പ്രവാചകൻ ആയിരുന്നില്ല. നമുക്ക് ഈ ഓബദ്യാവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത് അവിടെ വായിക്കുന്നുണ്ട്, ഗ്രഹവിചാരകനായ ഓബദ്യാവ്. ഏലിയാവിന്റെ കാലഘട്ടത്തിലെ ഓബദ്യാവ് ഒരു പ്രവാചകനായിരുന്നില്ല. ഇസ്രായേൽ രാജ്യത്തിലെ ആഹാബ് രാജാവിന്റെ ഒരു ഗ്രഹവിചാരകനായിരുന്നു. ഗ്രഹവിചാരകത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. നമുക്കറിയാം, പോത്തിഫറിന്റെ ആ ഭവനത്തില് യോസെഫിന് കൊടുത്ത ആ പദവി അതാണ്, ഗ്രഹവിചാരകനാക്കി വെച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഗ്രഹവിചാരകത്വം ചെയ്യുമ്പോൾ തന്നെ ഭക്തനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ ഓബദ്യാവ്. പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഔദ്യോഗികമായി സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവഭക്തിയോടെ ജീവിക്കുന്ന ആൾക്കാർ, ഔദ്യോഗികമായ ഉന്നത പദവികളിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവഭക്തിയോടെ ജീവിക്കുന്ന ധാരാളം. നിങ്ങൾക്ക് പലരെയും ഓർമ്മ വരുന്നുണ്ടായിരിക്കും, അല്ലേ? പലരെയും ഓർമ്മ ഉണ്ടായിരിക്കും. ചെറിയ ആൾക്കാരുണ്ട്, വലിയൊരു അരാം രാജാവിന്റെ സൈന്യാധിപനായ നയമാന്റെ വീട്ടില് ഒരു അടിമയായിട്ട് കൊണ്ടുവന്ന, ജോലിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പെൺകുട്ടി. ആ അടിമപ്പണി ചെയ്യുമ്പോഴും ദൈവഭക്തയായിരുന്നു അവൾ. അവളാണ് പറയുന്നത്, ഇസ്രായേലില് ഒരു പ്രവാചകനുണ്ട്, അവിടെ പോയാൽ ഈ നയമാന് കുഷ്ഠരോഗം. ആ അടിമപ്പെൺകുട്ടിയുടെ വാക്ക് ആ യജമാനൻ വിശ്വസിക്കണമെങ്കിൽ എത്രത്തോളം ഭക്തിയോടുകൂടെ ആ അടിമ പെൺകുട്ടി അവിടെ ആയിരുന്നിരിക്കണം. അപ്പോൾ ഔദ്യോഗികമായി ഏത് ജീവിതം, താഴ്ന്ന ജോലിയായാലും ഉയർന്ന ജോലിയായാലും, നമ്മൾ അത് നോക്കുന്നതിനോടൊപ്പം ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. അതുപോലെ ദാവീദ് രാജാവായിരുന്നു, എന്നാൽ എന്തുമാത്രം സങ്കീർത്തനങ്ങൾ എഴുതി, ദൈവത്തിന് വേണ്ടി എന്തുമാത്രം പ്രയോജനപ്പെട്ടു. അതുപോലെ തന്നെ മൊർദെഖായിയെ കുറിച്ച് നമുക്കറിയാം. അവൻ വെറും ആ രാജാവിന്റെ വാതിലിന്റെ കാവൽക്കാരനായിരുന്നു, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിരുന്നു. വാതിൽ കാവൽക്കാരനായിരുന്ന മൊർദെഖായി ദൈവഭക്തനായി യഹൂദയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നിമിത്തം അവൻ ഉന്നത സ്ഥാനത്തേക്ക് ദൈവം മാറ്റിയത് നമുക്കറിയാനായിട്ട് കഴിയും. അവൻ ആയിരുന്ന സ്ഥാനത്ത്, ദൈവം അവനെ ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ ദൈവഭക്തനായിട്ട് ജീവിച്ചു. ഇതുപോലെ എത്ര പേരെ പറയണം? യോസേഫിനെ കുറിച്ച് പറയണോ? ദാനിയേലിനെ കുറിച്ച് പറയണോ? ഇവരൊക്കെ ഓരോ പൊസിഷനിൽ ഇരുന്നപ്പോൾ, ഓരോ സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടവരാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നാം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എവിടെയാണെങ്കിലും, ഏത് സ്ഥാനത്താണെങ്കിലും, സുവിശേഷകനായിക്കോട്ടെ, അല്ല മറ്റു ഔദ്യോഗിക രംഗങ്ങളിലായിക്കോട്ടെ, ആയിരിക്കുന്ന സ്ഥാനത്ത്, ദൈവം ആക്കി വയ്ക്കുന്ന സ്ഥാനങ്ങളിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ നിയമത്തിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ. നമ്മൾ പറയും അവരൊക്കെ രഹസ്യ ശിഷ്യന്മാരാണ്. 2 പേരെ കുറിച്ച് അറിയാമല്ലോ. നിക്കോദിമോസും പ്രമാണിയായിരുന്നു. അന്നത്തെ ആ അരയോപക സംഘത്തിന്റെ, സന്യദ്രി സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു നിക്കോദിമോസ്. അവൻ ദൈവഭക്തനായിരുന്നു. മന്ത്രിയായിരുന്ന അരിമത്തിയിലെ യോസഫ്, ആ കാലഘട്ടത്തിലെ മന്ത്രിയായിരുന്ന അരിമത്തിയിലെ യോസഫ് എത്രത്തോളം ദൈവഭക്തനായിരുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചവനായിരുന്നു. ഇല്ല, കുറച്ചുകൂടെ നോക്കിയേ, ആ ഷണ്ണൻ, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രി ഷണ്ണൻ, അവൻ അത് വഹിക്കുമ്പോൾ തന്നെ ദൈവാന്വേഷിക്കും, ദൈവഭക്തനും ബൈബിൾ വായിക്കുന്നവനും സ്നാനം സ്വീകരിച്ചവനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ദൈവം നമ്മെ എവിടെ ആക്കി വെച്ചാൽ, എവിടെ ആയിരുന്നാലും നമുക്ക് ഭക്തിയോടെ ജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ ഓബദ്യാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗ്രഹവിചാരകത്വം, എങ്ങനെയുള്ള രാജാവിന്റെ ഗ്രഹവിചാരകനായിരുന്നു? ഭക്തനാണ്. ആഹാബ് രാജാവ് വെറും വിഗ്രഹാരാധിയ, ജനങ്ങളെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന ഈസബേല് പ്രവാചകന്മാരെ, ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കുന്ന രാജ്ഞി, അവിടത്തെ ഒരു ഗ്രഹവിചാരകൻ ദൈവഭക്തനായിരുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമുക്ക് അവന്റെ സഹിഷ്ണുത മനസ്സിലാക്കാനായിട്ട് കഴിയും. പലരും നമ്മൾ പറയാണ്ട്, അയ്യോ എനിക്ക് ദൈവവിളിയില്ല,
എനിക്ക് ദൈവവിളിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിയോഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഈ ഓബദ്യാവിന്റെ മറ്റു ചില സവിശേഷതകളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഒന്ന്, ഓബദ്യാവ് ശരിക്കും വിശ്വസ്തനായ, പുല്ലന്വേഷിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ പുല്ലന്വേഷിക്കാൻ പോയി. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ല. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ താൻ വളരെയധികം കർശനമുള്ളവനായിരുന്നു. അവൻ വിശ്വസ്തനായിരുന്നു. അവിടെ ആ വിശ്വസ്തത പുലർത്തുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടിയും പ്രവർത്തിക്കുക. ദൈവത്തിന്റെ മുന്നിലും ഏറ്റവും സത്യസന്ധനും വളരെയധികം വിശ്വസ്തനുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്, ഓബദ്യാവ് നല്ലൊരു ഗ്രഹവിചാരകനായിരുന്നു. തന്നെ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ഓബദ്യാവ്. ഈ ഓബദ്യാവിന്റെ അടുക്കലേക്കാണ് ആദ്യം ഏലിയാവ് പോയത്. രണ്ടാമത് 18-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. 3-ാം വാക്യം, 18-3. ആകയാൽ ആഹാബ് തന്റെ ഗ്രഹവിചാരകനായ ഓബദ്യാവെ ആളയച്ചു വരുത്തി. അടുത്ത് പറയുന്നത് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആഹാരാബ്ജാവ് പറയുന്നതുമല്ല, ഓബദ്യാവ് പറയുന്ന കാര്യമല്ല, ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഓബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. ഈ ഗ്രഹവിചാരകന്റെ മറ്റൊരു സവിശേഷതയാണ് അവിടെ കാണുന്നത്. അവൻ എങ്ങനെയുള്ളായിരുന്നു? മഹാഭക്തനായിരുന്നു. ഈ ഓബദ്യാവ് തന്നെ ഈ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ കാര്യം ഓബദ്യാവ് പറയുന്നുണ്ട്. അതിന്റെ ഒരു വാക്യം കൊണ്ട് നോക്കിയേ, 18-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം, അടിയനോ ബാല്യം മുതൽ യഹോഭക്തനാകുന്നു. അടിയനോ ബാല്യം മുതൽ യഹോഭക്തൻ. ഇത് ഓബദ്യാവ് തന്നെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഈ കാര്യം തന്നെയാണ് ദൈവാത്മാവും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ശരിക്കും ദൈവാത്മാവിന് രേഖപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. എന്നാൽ ഈ ഓബദ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ എന്നുള്ളത് തൻ്റെ മാത്രം ഒരു സാക്ഷ്യമല്ല, ദൈവത്തിന്റെ സാക്ഷ്യം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ ഒരു ഭക്തനായിരുന്നു. എങ്ങനെയുള്ള ദൈവഭക്തനായിരുന്നു? ആ രംഗത്ത് ഒരിക്കലും ഭക്തിയോടെ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ആ വിഗ്രഹാരാധകരുടെ മധ്യത്തിൽ ശരിക്കും ആ യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കുന്നവരുടെ ആ കൂട്ടത്തിൽ ഭക്തനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഓബദ്യാവിനെ കാണാനായിട്ട് കഴിയും. നമുക്ക് എല്ലാവർക്കും ഏലിയാവോ പൗലൂസോ ഒന്നും ആകാനായിട്ട് ഒരുപക്ഷെ സാധ്യം അല്ലായിരിക്കാം. പക്ഷേ ചില ഓബദ്യാവുകളാകുവാനായിട്ട് കഴിയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലൂസ് എല്ലാവരും ഇങ്ങനെ വന്ദനം ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ പൗലൂസിനെ കാരാഗ്രഹത്തിലാക്കിയ റോമൻ കൈസരുടെ അരമനയിൽ ദൈവഭക്തന്മാരുണ്ടായിരുന്നു, യഹോഭക്തന്മാർ, അല്ലാതെ വിശ്വാസികളുണ്ടായിരുന്നു. അറിയാലോ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ വന്ദനം ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ റോമൻ കൈസരുടെ അരമനയിലെ വിശുദ്ധന്മാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഓക്കെ, റോമൻ കൈസർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൊന്നുപിടിക്കുവാൻ നിന്നാളാ. ആ അരമനയിൽ പൗലൂസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ട ആ അരമനയിൽ പോലും വിശ്വാസികളുണ്ടായി. നോക്കിക്കൊള്ളേ. മാത്രവുമല്ല, ആ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ സ്തെഫാനോസിനെ അടക്കം ചെയ്തത് ആരാണ് അടക്കം ചെയ്തത്? ഭക്തന്മാരായ പുരുഷന്മാർ. അപ്പോസ്തലന്മാരല്ലാതെ. അപ്പോസ്തലന്മാരൊക്കെ അവിടെ അടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല, അവരൊക്കെ ഓടിപ്പോയി. പക്ഷേ ഈ എതിർപ്പിന്റെ മധ്യേയും അവിടെ ഈ സ്തെഫാനോസിനെ അടക്കം ചെയ്യുവാൻ ചില ഭക്തന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഏത് പ്രതികൂലതയും അതിജീവിക്കുന്ന ഭക്തന്മാർ എല്ലാ കാലത്തും ഉണ്ട്, അല്ലേ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യത്തില് ശതാധിപന്റെ ദൈവവിശ്വാസത്തെ, ശതാധിപൻ എന്ന് പറഞ്ഞാൽ പട്ടാളത്തലവനാണ്, സൈനിക മേധാവിയ. ആ സൈനിക മേധാവിയുടെ വിശ്വാസത്തെ കണ്ടിട്ട് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? ഇസ്രയേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല. ഇസ്രയേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ആരാ? പട്ടാളത്തലവനാ, കമാൻഡിങ് ഓഫീസറാ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. എന്താ? ഇസ്രയേലിൽ കൂടി ഇത്രയും ഒരു ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം ഭക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്? യഹോവ ഭയം എന്ന് മാത്രമല്ല, അത് ശരിക്കും ദൈവഭക്തിയായിട്ട് മാറുക എന്നുള്ളത്, ബഹുമാനത്തോടു കൂടിയ ദൈവഭയമാണല്ലോ ഭക്തി എന്ന് പറയുന്നത്. ബഹുമാനത്തോടു കൂടിയ ദൈവഭയം, അത് നമ്മെ എല്ലാ സത്യത്തിലും വഴി നടത്തും. ഫിലിപ്പിയർക്ക് 2:2 ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നവിടെ ഒരു വാക്യമുണ്ട്. ആത്മരക്ഷയല്ല, നമ്മുടെ അനുദിന ജീവിതത്തിന്റെ രക്ഷ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും.
ഇന്ന് ധാരാളം പ്രവർത്തകരൊക്കെ ഉണ്ട്, പ്രസംഗികരുണ്ട്, അല്ലെ? ധാരാളം പ്രസംഗികരുണ്ട്. എന്നാൽ ശുശ്രൂഷകന്മാരുണ്ട്, സഭയിലെ ആവശ്യത്തിലധികവും മൂപ്പന്മാരും ഉണ്ട്. എന്നാൽ ഇല്ലാത്ത ഒരു വിഭാഗമാണോ ഇവർ എന്ന് ഞാൻ സംശയിച്ചു പോകും. ഭക്തന്മാർ, നമ്മുടെ സ്ഥലസഭകളിൽ ഭക്തന്മാരുണ്ടോ? ദാവീദ് ഒരിക്കൽ വിലപിക്കുന്നുണ്ടല്ലോ, സങ്കീർത്തനം 12-ന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വിലപിക്കുകയാണ്. ദാവീദ് വിലപിക്കുക, യഹോവേ രക്ഷിക്കണമേ. എന്തിനെ രക്ഷിക്കണം? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദാവീദ് വിലപിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് പ്രവർത്തകരുണ്ട്, പ്രസംഗികരുണ്ട്, അതല്ല മൂപ്പന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരു സഭയിൽ, വിശ്വാസ സമൂഹത്തിൽ, ലോകത്തിൽ ഭക്തന്മാരായിരിക്കുക എന്നുള്ളതാണ്. ഈ ഭക്തന്മാര് ഇല്ല എങ്കിൽ ആ സഭയിൽ ആത്മീക ഉണർവ് ഒരിക്കലും ഉണ്ടാകില്ല. കുറെ മൂപ്പന്മാരുണ്ടായിരുന്നുകൊണ്ട് കാര്യമില്ല. മൂപ്പന്മാർ ഭക്തന്മാരായിരിക്കണം, അതൊക്കെ ശരിയാ, അത് അവരുടെ ഒരു യോഗ്യതയാണ്. എന്നാൽ ഭക്തന്മാരില്ല എങ്കിൽ ഒരിക്കലും സഭയിൽ ആത്മീക ഉണർവ്, ബാക്കി കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് നടക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഭക്തന്മാരില്ലെങ്കിൽ ആ സഭയിൽ ആത്മീകമായ ഒരു ഉണർവ് ഉണ്ടാകുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ യോബദ്യാവ് എങ്ങനെയുള്ള ഗ്രഹവിചാരകനായിരുന്നപ്പോൾ തന്നെ യഹോവ ഭക്തനായിരുന്നു, ദൈവഭക്തനായിരുന്നു. ഈ ഭക്തി എപ്പോഴാണ് തുടങ്ങിയത്? 60-ാം വയസ്സിലാണോ? 50-ാം വയസ്സിലാണോ? 40-ാം വയസ്സിലാണോ? മോശയെ പോലെ 80-ാം വയസ്സിലാണോ? അല്ല. അവനെക്കുറിച്ച് ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ചല്ലോ. എന്താ? ബാല്യം മുതൽ ഞാൻ യഹോവ ഭക്തനാകുന്നു. ബാല്യം മുതൽ, ചെറുപ്രായത്തിലേ അവൻ യഹോവ ഭക്തനായിട്ട് ജീവിച്ചു എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തിയിൽ നമ്മൾ ജ്ഞാനം ആരംഭിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ദൈവഭക്തിയിൽ തുടങ്ങുന്നവരാകണം. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും ഭക്തനായിരിക്കണം. ചിലർ ബാല്യകാലത്ത് ഭക്തനായിരിക്കും, യൗവനക്കാരനാകുമ്പോഴേക്കും ഭക്തിയെല്ലാം പോകും, പിന്നെ തോന്നിയതുപോലെ നടക്കും, പിന്നെ വയസ്സാകുന്ന സമയത്ത് വീണ്ടും ഭക്തനാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തിമത്യോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 തിമത്യോസ് 4:12, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. നീ യൗവന കാലഘട്ടത്തിലും ഭക്തനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. സങ്കീർത്തനം 103:5 നാം വായിക്കുന്നുണ്ട്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അങ്ങനെ തൃപ്തി വരുത്തണമെങ്കിൽ ഭക്തന്മാരായി ജീവിക്കണം. 92-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഈ ബാല്യം മുതൽ ഭക്തനായിരുന്ന ആ ആള്, ഈ ശമൂവേൽ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് കഴിയും, ആ ശമൂവേൽ പ്രവാചകനും വളരെ ചെറുപ്പം മുതലേ ഭക്തനായിരുന്നു. 12-ാം അധ്യായം 2-ാമത്തെ വാക്യം, 1 ശമൂവേൽ 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, 1 ശമൂവേൽ 12:2, എന്റെ ബാല്യം മുതൽ, ശമൂവേൽ പ്രവാചകൻ തന്നെ കുറിച്ച് പറയുക, എന്റെ ബാല്യം മുതൽ ഇന്ന് വരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ എന്റെ നേരെ ഒന്നും കണ്ടില്ല, ഒരു അപരാധവും എന്റെ നേരെ കണ്ടില്ല എന്നതിന് യഹോവ സാക്ഷി. ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് യഹോവ സാക്ഷി. ശലോമോൻ തന്റെ വാർദ്ധക്യത്തിൽ, തന്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ, തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തന്റെ വാർദ്ധക്യത്തിൽ താൻ ന്യായാധിപ സ്ഥാനത്ത് നിന്ന് മാറുന്ന സമയത്ത് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഭക്തിയോടുള്ള ജീവിതമാണ്. എതിർപ്പുകളുണ്ട്, അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ ശരിക്കും ദൈവഭക്തി ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, 1 വിശ്വസ്തനായ ഗ്രഹവിചാരകനായ ഓബദ്യാവ്, 2 ഭക്തനായ ഓബദ്യാവ്, 3-ാമത്തെ കാര്യം ഭക്തിയിൽ നിന്നുണ്ടായ പ്രവൃത്തി. ഭക്തി മാത്രമല്ല, ഭക്തിയിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഓബദ്യാവ്. 18-ാം അധ്യായം 4-ാം വാക്യത്തില് ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് താൻ എന്ത് ചെയ്തു? 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ദൈവാത്മാവോടെ പറയുന്നതാണ്, ഓബദ്യാവ് പറയുന്ന കാര്യമല്ല. 4-ാം വാക്യത്തില് എന്താ? ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്തു.
നോക്കിയേ, ഗ്രഹവിചാരകനായിരിക്കുമ്പോൾ തന്നെ ഭക്തനായി ജീവിക്കുന്ന ഓബദ്യാവ്. ഈ ഓബദ്യാവ് തൻ്റെ ഭക്തി എന്തിലൂടെ കാണിച്ചു? പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ്. ഭക്തി പ്രവൃത്തിയിലൂടെ കാണണം. ചുമ്മാ ഭക്തൻ എന്ന് പറഞ്ഞ ആ വേഷം ധരിച്ച് നടന്നാ പോരാ. ആ ഭക്തി പ്രവൃത്തിയിലൂടെ കാണണമെന്നുള്ളതാണ്. ഓബദ്യാവ് ബാലിന് മുട്ടുമടക്കാത്തവരുടെ കൂട്ടത്തിലാണ് ഈ ഓബദ്യാവ്. എന്നാലും അവൻ പ്രവാചകനല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഓബദ്യാവിനെ കൊല്ലാത്തത്. എന്തായാലും ഈ ഓബദ്യാവ് എന്ത് ചെയ്തു? മുട്ടുമടക്കാതെ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ ഒളിച്ചോടണം. ഒളിച്ചു ഓടിയേ പറ്റൂ. പക്ഷെ അങ്ങനെ ഓടാനും സാധ്യമല്ലാത്ത 100 പ്രവാചകന്മാരെ ഈ ഓബദ്യാവ് ക്ഷാമകാലത്ത്, അങ്ങനെയുള്ള സമയത്ത് ക്ഷാമകാലത്ത് അപ്പവും വെള്ളവും കൊടുത്ത് പോറ്റുക. ഒരു ദിവസം 100 പേർക്ക് അപ്പം കൊടുക്കണമെങ്കിൽ എത്രമാത്രം അപ്പം വേണം എന്നുള്ളതും അതിന്റെ കഷ്ടതയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഒളിച്ചൊളിച്ചു കൊണ്ടുപോകണം. എത്ര നല്ല പ്രവൃത്തിയാണ്. ഇവിടെ ഓബദ്യാവ് രാജകൊട്ടാരത്തിലായിരിക്കുമ്പോൾ തന്നെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ യഹോവ ഭക്തന്മാർക്ക് വേണ്ടി, താൻ യഹോഭക്തിയുള്ളവനാണെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം എത്ര വലുതാണ്. ഈ പ്രവൃത്തിയിലൂടെയാണ് ഓബദ്യാവിന്റെ ഭക്തി വെളിപ്പെട്ടത്. അല്ല ഭക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിനകത്ത് കയറി ഇരുന്നിരുന്നെങ്കിൽ ദൈവവചനത്തിൽ ഓബദ്യാവിനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഈ ഓബദ്യാവിനെ കുറിച്ച് വായിക്കാനായിട്ട് കഴിയില്ല. അവന്റെ ആ ഭക്തി പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു എന്നുള്ളതാണ്. താൻ കൊട്ടാരത്തിൽ ലഭ്യമായ സമൃദ്ധിയിൽ മുഴുകി തൃപ്തനായിട്ട് കഴിയാനായിട്ട് തയ്യാറായില്ല. മറ്റുള്ളവരുടെ കാര്യം, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ കാര്യവും കൂടെ അവൻ നോക്കുവാനായിട്ട് മനസ്സ് വെച്ചു എന്നുള്ളതാണ്. തൻ്റെ അധികാര പരിമിതിയിൽ ആയിരിക്കുമ്പോൾ തന്നെ മറ്റു ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിൽ വളരെ ശുഷ്കാന്തി കാണിച്ച ഭക്തനായ ഓബദ്യാവ് ചിന്തിച്ചു, എന്നെ ദൈവം ഈ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ ക്ഷാമകാലഘട്ടത്തിൽ ഭക്തനായ എന്നെ, ദൈവത്തെ വിശ്വസിക്കുന്ന എന്നെ എന്തിനു വേണ്ടി ഈ ആഹാബിന്റെ രാജകൊട്ടാരത്തിലാക്കി വെച്ചു? അത് ശരിക്കും തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഈ ഓബദ്യാവ്. ദൈവം ഏൽപ്പിച്ച ദൗത്യം, അതിനുവേണ്ടി എന്ത് ത്യാഗം, വളരെ ത്യാഗമാണ്. ഈ കൊട്ടാരത്തിലായിരുന്നു കൊണ്ട് തന്നെ 100 പേർക്ക് ഒളിപ്പിച്ച് ഭക്ഷണങ്ങൾ കൊടുത്ത് പോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ത്യാഗമാണ്. പ്രിയമുള്ളവരെ, ഇത് വല്ലാത്തൊരു കാലത്തിലല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന്റെ കാലമാണ്. കോവിഡിന്റെ കാലം എന്ന് പറഞ്ഞാൽ രോഗം എന്നുള്ളത് മാത്രമല്ല, ധാരാളം പേര് കഷ്ടതയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെ, ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവര്, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവര് ധാരാളം പേരുണ്ട്. എന്നാൽ കുറെ പേരൊക്കെ കൊട്ടാരത്തിൽ കഴിയുന്നവരാ. ഈ കൊട്ടാരത്തില് അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് കഴിയുന്നവരാണ്. അങ്ങനെ ആകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ബൈബിളിൽ ധാരാളം മൊർദെഖായിയെ കുറിച്ച് നമുക്കറിയാമല്ലോ. മൊർദെഖായി കൊട്ടാരത്തിൽ ആ വാതിൽക്കൽ കഴിയുമ്പോൾ തന്നെ തൻ്റെ ജനത്തെക്കുറിച്ച് വിചാരമുള്ളവനായിരുന്നു. തൻ്റെ സ്വന്തം ജനം നശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുവാൻ ബന്ധപ്പെടുന്ന മൊർദെഖായി. ഇവിടെ ഓബദ്യാവിന് അതിന്റെ കാര്യമൊന്നുമില്ല. തൻ്റെ കാര്യമൊക്കെ നോക്കി കൊട്ടാരത്തിൽ കഴിഞ്ഞാൽ മതി. പക്ഷേ ഓബദ്യാവ് ദൈവഭക്തനായിരുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ, പ്രിയമുള്ളവരെ, നമ്മെ സമൃദ്ധിയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ അത് എന്തിനു വേണ്ടി, എന്നെ കൊട്ടാരത്തിലാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ, സുഖസമൃദ്ധിയിലാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളത് കഷ്ടകാലങ്ങൾ വരുമ്പോൾ നാം മനസ്സിലാക്കുകയും അതിനായിട്ട് നാം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ അനുഗ്രഹങ്ങൾ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ദൈവം തന്നെ എടുക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രത്യേകമായ സമയത്ത് കഷ്ടപ്പെടുന്ന സുവിശേഷകന്മാർ, അവരെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എന്നെ കേൾക്കുന്ന സുവിശേഷന്മാരും കൊണ്ട് അല്ലാത്തവരുമുണ്ട്. ഒരു ഗത്യന്തരമില്ലാതെ ജീവിക്കുന്ന സുവിശേഷകന്മാർ എത്രയോ പേരുണ്ടാകാം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ. അവരെയൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം ഭക്തന്മാരായ ഓബദ്യാവിന് തുല്യരായിട്ട് മാറും. അല്ലെങ്കിൽ വെറും ആർഭാട ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഹാമാന്മാർക്ക് തുല്യന്മാരായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം ഏലിയാവിന് നേരിട്ട് സംരക്ഷണം നൽകി എന്നുള്ളത് നാം ശരിയാണ്. ചിലർ വിചാരിക്കും അവരെ കാര്യമൊക്കെ ദൈവം നോക്കിക്കൊള്ളും, അവര് ദൈവവേല ചെയ്യുന്നവരാണ്. അത് ശരിയാ, ദൈവം നോക്കിക്കൊള്ളും. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ദൈവം എത്ര പേരെ നോക്കി? ഏലിയാവിനെ മാത്രമല്ലല്ലോ, 7000 പേരെ
7000 പേരെ വേറെ ദൈവം പോറ്റില്ലേ? ഈ ക്ഷാമ കാലഘട്ടത്തിൽ 7000 പ്രവാചകന്മാരെ ദൈവം നോക്കി, ആരും അറിയാതെ. ഏലിയാവ് വിചാരിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ വേറെ 7000 പോറ്റുന്നുണ്ട്. നിന്നെ മാത്രമല്ല, 7000 പോറ്റുന്നുണ്ട്. ഓബദ്യാവ് 100 പേരെ പോറ്റുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഒരു ചെറിയ ഓബദ്യാവെങ്കിലും ആകുവാനായിട്ട് കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. നാം ഭക്തന്മാരായിട്ട് ജീവിക്കണം. എന്നാൽ ഈ ഭക്തി പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഈ ഭക്തി വെളിപ്പെടുന്നതായിരിക്കണം എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാം പരിശോധിക്കുക, നാം ഭക്തിയിൽ നാം ചെയ്യുന്ന ഭക്തിയുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കുക. പുതിയ നിയമസഭയിലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള ജീവിതം എല്ലാ ഭക്തന്മാരും ഉണ്ടായിരുന്നു, അല്ലേ? ആഹാബ് നോക്കുന്നത് കുതിരകളുടെയും കോവർ കഴുതകളുടെയും കാര്യമാണ്. എന്നാൽ ഓബദ്യാവിന് കുതിരകളും കോവർ കഴുതകളും അല്ല പ്രധാനം. 100 പേരെ, യഹോവയുടെ പ്രവാചകന്മാരെ 100 പേരെ സംരക്ഷിക്കുന്നതിലാണ് ഓബദ്യാവ് ശരിക്കും ശ്രദ്ധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ദൈവഭക്തന്മാരായിട്ടും ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങളും പ്രവർത്തിപ്പാനായിട്ട് കഴിയും എന്നുള്ളത് ഓബദ്യാവ് മാത്രമല്ല, നിക്കോദിമോസ് തെളിയിക്കുന്നുണ്ട്, അരിമത്തിയിലെ യോസഫ് തെളിയിക്കുന്നുണ്ട്. മൂന്നാമത്, ഭക്തി. ഓബദ്യാവിനെ കുറിച്ച് പറയുന്ന മൂന്നാമത്തെ കാര്യം, ഭക്തി പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയ ഓബദ്യാവ്. നാലാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ, ദൈവപുരുഷനെ തിരിച്ചറിഞ്ഞ ഓബദ്യാവ്. ദൈവപുരുഷനെ തിരിച്ചറിഞ്ഞ ഓബദ്യാവ്. 18-ാം അധ്യായം 7-ാമത്തെ വാക്യത്തില് ഓബദ്യാവ് വഴിയിലിരിക്കുക, പുല്ലന്വേഷിച്ച് പോയതാണെങ്കിലും വഴിയിലിരിക്കുക, ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഏലിയാവ് വരുന്നു. ഏലിയാവ് എതിരേറ്റ് വരുന്നത് കണ്ട് അവനെ കണ്ടിട്ട് സാഷ്ടാംഗം വീണു. അവിടെ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ he recognized him എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിഞ്ഞു. യഹോവ ഭക്തൻ മറ്റൊരു ഭക്തനെ, ദൈവത്തിന്റെ ഭക്തനെ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് ദൈവഭക്തിയുടെ ലക്ഷണമാണ്. ഒരു ദൈവഭക്തൻ മറ്റുള്ള ദൈവഭക്തന്മാരെ, വിശ്വാസികളെ കണ്ടാൽ തിരിച്ചറിയണം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി കാണുമ്പോൾ തല തിരിച്ച് അല്ലെങ്കിൽ ഈ മേളിലോട്ട് നോക്കിക്കൊണ്ട് പോകുന്ന പോക്ക് ദൈവം ആഗ്രഹിക്കുന്നതല്ല. ഇന്ന് എത്രയോ തലത്തിലാണ്. സഭാകാളിൽ വെച്ച് കണ്ടാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ ഷെയ്ക്കാൻഡ് കൊടുക്കുവാനോ കുശലം അന്വേഷിക്കുവാനോ നമ്മൾ ആരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇതാ ഇവിടെ ഈ ഓബദ്യാവിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും യഹോവ ഭക്തനെ, ഏലിയാവിനെ തിരിച്ചറിഞ്ഞ, നമ്മൾ ഇതേപോലെ ഒരു സംഭവം ശൂന്യംകാരത്തിയുടെ കാര്യത്തിൽ നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ശൂന്യംകാരി എലീശ പ്രവാചകൻ തന്റെ ഏലിയാവിന്റെ ശിഷ്യനായ എലീശ പ്രവാചകനോട് കാണിച്ച ഒരു കാര്യം നമുക്കറിയാം. ഈ ശൂന്യംകാരി തന്റെ വഴിയെ കടന്നുപോയ എലീശ പ്രവാചകനെ തിരിച്ചറിഞ്ഞു, ആദരിച്ചു. 4-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചാല് അവൾ ചെന്ന് ഭർത്താവിനോട് പറയുന്നുണ്ട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനാകുന്നു, അവനൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ അറിയുന്നു. എങ്ങനെ ഈ ശൂന്യംകാരത്തിക്ക് ഈ തിരിച്ചറിവുണ്ടായി? പ്രിയമുള്ളവരെ, ഒരു ദൈവഭക്തനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, ദൈവഭക്തയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഒരു യഹോവ ഭക്തനെ മറ്റൊരു ഭക്തന് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെയുള്ള ജീവിതമായിരിക്കണം ആ യഹോഭക്തൻ നയിക്കേണ്ടത്. അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയില്ല. ഒരു വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഈ ലോകത്തിനോട് അനുരൂപമാണെങ്കിൽ മറ്റൊരു വിശ്വാസിക്ക് ആ വിശ്വാസിയെ തിരിച്ചറിയാൻ പറ്റില്ല. ഈ 2 വശത്തും ആ ഗുണം ഉണ്ടായിരിക്കണം. ഒരു ഭക്തന് മറ്റൊരു ഭക്തനെ വേർതിരിച്ചറിയുവാൻ അല്ലെങ്കിൽ അറിയുവാനായിട്ട് വിവേചിച്ചറിയുവാൻ കഴിയണമെങ്കിൽ 2 പേര് ഭക്തന്മാരായിരിക്കണം. എന്നാൽ മാത്രമേ പറ്റൂ. ഇവിടെ നോക്കിയേ, ഈ ഓബദ്യാവ് ഏലിയ പ്രവാചകനെ ശരിക്കും തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, സ്വീകരിക്കേണ്ട തരത്തിൽ സ്വീകരിക്കുകയാണ്. ഈ രാഹാബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ പുച്ഛിച്ച് കളയാറ്, രാഹാബ് എന്ന വേശി എന്നൊക്കെ പറയാറുണ്ട്. ഈ രാഹാബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോളാം. രാഹാബ് എന്താ ചെയ്തത്? ആ പ്രതികൂല ഒറ്റുനോക്കാനായിട്ട് വന്ന അവർക്ക് സംരക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ വിടുവിച്ചു, അവരെ രക്ഷപ്പെടുത്തി വിട്ടു. ഇല്ലേ? രക്ഷിച്ചത് രാഹാബാണ്. രാഹാബിന് എന്തുകൊണ്ട്? രാഹാബ് അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. എബ്രായർക്ക് ലേഖനത്തിൽ ആ രാഹാബിന്റെ പേര് എടുത്തു പറയുവാൻ 11-ാം അധ്യായത്തിൽ എടുത്തു പറയുവാനുള്ള കാരണം അവരുടെ വിശ്വാസത്തിൽ നിന്നുണ്ടായ പ്രവൃത്തിയാ കാരണം. വിശ്വാസം മാത്രം പോരാ,
ഭക്തി മാത്രം പോരാ, പ്രവൃത്തിയും വേണം. ജീവിതത്തിൽ പ്രവൃത്തി വേണം. അതാണ് രാഹാബിലും ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവഭക്തൻ ദൈവഭൃത്യരെ തിരിച്ചറിയണം. ദൈവഭക്തൻ ദൈവഭൃത്യരെ തിരിച്ചറിയണം. അവരുടെ സുഖവിവരങ്ങൾ അറിയണം, അവരുടെ അന്വേഷിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ഭക്തിയാ, പിന്നെ എന്ത് വിശ്വാസമാ? ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയുടെ ആവശ്യം അറിയുവാനായിട്ട്, അവൻ കടന്നു പോകുന്ന സാഹചര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മളെയൊക്കെ ഭക്തന്മാരെന്ന് പറഞ്ഞിട്ടും വിശ്വാസികളെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ഈ ഓബദ്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ യജമാനനായ ഏലിയാവോ. എത്ര സന്തോഷത്തോടു കൂടെയാണ് ഈ ഏലിയാവിനെ കാണുന്നത്. എന്റെ യജമാനൻ, ഈ ഭൂമിയിലെ ഒരു യജമാനൻ ഉണ്ടെങ്കിൽ അങ്ങാണ്. പ്രിയമുള്ളവരെ, എന്റെ യജമാനായ ഏലിയാവോ എന്നാണ് അവിടെ സംബോധന. ഏലിയാവാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഈ സംഭാഷണം അവിടെ നടത്തുന്നത്. നേരത്തെ വേറെ പരിചയപ്പെടലുകളൊന്നും അവിടെ നടക്കുന്നില്ല. ആ കുടിച്ചേരല് ഒരു പരിചയപ്പെടലും നടക്കുന്നില്ല. മാത്രമല്ല, മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഏലിയാവിനെ കൊല്ലുന്നതിന് വേണ്ടി ആഹാബ് രാജാവ് ദേശത്തെല്ലാം അന്വേഷിച്ചിട്ട് കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു അത്ഭുത പുരുഷനാണ് ഏലിയാവ്. അത് ഓബദ്യാവ് മനസ്സിലാക്കി. ഓബദ്യാവ് തന്നെ ഏലിയാവിനോട് അത് പറയുന്നുണ്ട്. എൻ്റെ യജമാനൻ, അതായത് രാജാവ് ആഹാബ് അങ്ങേ അന്വേഷിച്ച് അയക്കാത്ത ഒരു പ്രദേശവും ഇല്ല. മാത്രമല്ല, അവരന്വേഷിച്ചിട്ട് തിരികെ വന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ച് നോക്കിക്കോണേ, ഇത്രത്തോളം ഒരു വ്യക്തിയെയാണ് അവിടെ പരിചയപ്പെടുന്നതും. ഓബദ്യാവിന്റെ ജീവന് തന്നെ ഭീഷണിയാണ്. ആഹബറിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും കണ്ടിട്ട് മാറിക്കടന്നു പോകാതെ ആ ഏലിയാവിനെ സ്വീകരിക്കുന്ന ഓബദ്യാവ്. നാലാമത്തെ കാര്യം അതാണ്, ഭക്തിയില് ഉള്ള തിരിച്ചറിവ്, ദൈവഭക്തന്മാരെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനുമുള്ള മനോഭാവം. അഞ്ചാമത്തെ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്നൊന്ന് കടന്നോട്ടെ. ഈ ഇത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത് പറയാനായിട്ട് പോകുന്നത് അല്പം ശരിയായ കാര്യമല്ല ഓബദ്യാവിനെ കുറിച്ച്. ദൈവത്തിന്റെ വചനത്തിൽ നല്ലതും അത് അത്ര ശരിയല്ല എങ്കിലും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉള്ളതുപോലെ രേഖപ്പെടുത്തുന്നതാണല്ലോ ദൈവവചനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ സത്യവേദ പുസ്തകം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ രാജാവിനെ, ഈ ഓബദ്യാവ് സംബന്ധിച്ചിടത്തോളം, ഈ രാജാവിനെ ഭയപ്പെടുന്ന ഒരു ഗ്രഹവിചാരകനായിരുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള ഒരു മനസ്സിലിരിപ്പ് ഈ ഓബദ്യാവിനുണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത് 18-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നോക്കിയേ. നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനനോട് ബോധിപ്പിക്കുക. ഏലിയാവിന്റെ ആദ്യം വേറെ ഒന്നും പറയുന്നില്ല. ഏലിയാവ് ഇങ്ങോട്ട് വന്നിട്ട് ഉടനെ പറയാണ്, നിന്റെ ആ യജമാനനുണ്ടല്ലോ രാജാവ്, അവനോട് എന്ത് ചെയ്യണം? ഏലിയാവ്, നീ അന്വേഷിച്ച ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നീ ചെന്ന് പറയണം. ഏലിയാവിന് നേരിട്ടങ്ങ് പോയാൽ പോരെ? നേരിട്ട് പോയാൽ പോരെ? ഇതാണ് ഓബദ്യാവിന് കൊടുത്ത ഒരു പരിശോധനയാ ദൈവം. ഭക്തന്മാർക്ക് പരിശോധനയുണ്ട് കേട്ടോ. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പേരെ പോഷിച്ചപ്പോഴേ ആദ്യമായിട്ട് കർത്താവ് ആരോടാ പറഞ്ഞത് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ? ഫിലിപ്പോസിനോട്. ഇല്ലേ? ഫിലിപ്പോസിനോട് പറഞ്ഞ് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്ക്. എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവനെ പരീക്ഷിപ്പാൻ അത്രേ ദൈവം അവനോട് അങ്ങനെ ചോദിച്ചത്, അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഏലിയാവിന് വേണമെങ്കിൽ നേരിട്ട് ഹാജരാകാം. എന്നാൽ ഇവിടെ ഏലിയാവ് നേരെ ഓബദ്യാവിന്റെ മുമ്പേണ് പോകുന്നത്. എന്നിട്ട് പറയുകയാണ്, ഓബദ്യാവിനോട് പറയണം, നീ ചെന്ന് പറയണം ഞാനിവിടെ വന്നിട്ടുണ്ട്, ആഹാബ് എൻ്റെ മുമ്പിൽ വരണം. അതാണ് ആഗ്രഹം. ഏലിയാവിന്റെ ആവശ്യം ഓബദ്യാവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിപ്പോയി. തൻ്റെ ആ ആഗമനത്തെ ശത്രുവായ, ഏലിയാവിന്റെ ശത്രുവായ രാജാവിനോട് അറിയിക്കണം. അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി നീയാണ് എന്നുള്ളതാണ് ഏലിയാവിന്റെ ആർഗ്യുമെന്റ്. നീ തന്നെ ചെന്നത് പറയണം. നിന്റെ യജമാനൻ ഇഷ്ടപ്പെടുന്ന വാർത്തയാത്. ഏലിയാവ് ഇവിടെ വന്നു എന്നുള്ളത് ആഹാബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും ഈ ആഹാബ് ഇഷ്ടപ്പെടാത്ത വാർത്തയല്ല ഇത്. ആഹാബ് ഇഷ്ടപ്പെടുന്ന വാർത്തയാ, നിന്റെ യജമാനൻ ഇഷ്ടമുള്ള വാർത്തയാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ചെന്ന് പറ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ആ ക്രെഡിറ്റ് ഇവിടെ വേണമെങ്കിൽ നീ എടുത്തോ. പക്ഷേ ഓബദ്യാവ് അവിടെ പോകുന്നില്ല, തടസ്സം പറയുകയാണ്.
ശ്രദ്ധിച്ചു കേൾക്കണേ. ഓബദ്യാവോട് തടസ്സം പറയുകയാണ്. എന്താ വിസമ്മതത്തിന് കാരണം? ഏലിയാവിന്റെ ജീവൻ സംരക്ഷിക്കുന്നതിനാണോ ഓബദ്യാവ് പോകാതിരുന്നത്? അല്ല. നമ്മൾ അതിശയിപ്പിക്കുന്ന അതാണ്. ഏലിയാവിന് ഇവിടെ ഉണ്ടെന്ന് ചെന്ന് പറഞ്ഞാലേ, ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ചെന്ന് പറഞ്ഞാൽ ഓബദ്യാവിനെ അപ്രീഷിയേറ്റ് ചെയ്യും. വെരി ഗുഡ് എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യും രാജാവ്. പക്ഷേ ഓബദ്യാവ് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? ഓബദ്യാവ് ഏലിയാവിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല പോകാതിരുന്നത്. ഇങ്ങനെ വിചാരിക്കാൻ വേണമെങ്കിലില്ലേ, ഏലിയാവിനെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്റെ യജമാനായ ഏലിയാവിനെ ആഹാബ് കൊന്നുകളയും, അതുകൊണ്ട് ഞാൻ പറയില്ല. അതല്ല, അവിടെ ദൈവാത്മാവ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. 9-ാം വാക്യം നോക്കിയേ. ഓബദ്യാവ് പറയാണ്, അടിയനെ കൊല്ലേണ്ടതിന് ആഹാബിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ അടിയൻ എന്ത് പാപം ചെയ്തു? ഓഹോ, ആഹാബ് ആരെ കൊല്ലാനാ നോക്കിയിരിക്കുന്നേ? ഏലിയാവിനെ കൊല്ലാനാ. പക്ഷെ ഇവിടെ ഓബദ്യാവ് എന്താ പറയുന്നത്? അടിയനെ കൊല്ലേണ്ടതിന് ആഹാബിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ അടിയൻ എന്ത് പാപം ചെയ്തു? എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ട് വന്നേ? ഇതൊരിക്കൽ ഏലിയാവിനോട് ഒരാൾ ചോദിച്ചു. ആരാ? സാരെഫാത്തിലെ വിധവ. അങ്ങിങ്ങോട്ട് വന്നത് ഇതിനാണോ? എന്റെ മകനെ കൊല്ലാനാണോ ഇങ്ങോട്ട് വന്നത്? അതേപോലെ ഒരു ചോദ്യമാണ് ഓബദ്യാവ് ഇവിടെ ഈ ഏലിയാവിനോട് ചോദിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യം. ചെന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഓബദ്യാവ് പറയുന്ന തടസ്സം എന്ന് പറയുന്നത് എന്താ? എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ട് വന്നത്? അങ്ങേ കൊല്ലും. അതാണ് ഓബദ്യാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഏലിയാവിന്റെ ആവശ്യത്തെ തിരസ്കരിക്കുകയാണ്. എന്തിനു വേണ്ടി തിരസ്കരിക്കുന്നു? തന്റെ ജീവനെ ഭയന്നു. എന്തുകൊണ്ട് താൻ ഭയന്നു എന്നുള്ളത് താഴോട്ട് വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഈ ഓബദ്യാവ് ഇത്രയൊക്കെ ആയിരുന്നെങ്കിൽ അപ്പോഴും ഒരു ചെറിയ വിശ്വാസക്കുറവ് വന്നുപോയി ഓബദ്യാവ്. ആ പരീക്ഷയിൽ ഓബദ്യാവ് ശരിക്കും വിജയിക്കാത്ത, പിന്നീട് അവസാനം പോകുന്നുണ്ട്, എന്നാലും ഒരു വിജയിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നുപോയി. അബ്രഹാമിനെ ദൈവം ഈ ഇസ്രായേൽ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ക്ഷാമം വന്നപ്പോൾ നേരെ മിസ്രൈമിലേക്ക് പോയി. അവിടെ ചെന്ന് കള്ളം പറഞ്ഞതുപോലെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഓബദ്യാവ് വരികയാണ്. ശരിക്കും ഏലിയാവാണ് ഭയക്കേണ്ടത്. എന്നാൽ ഏലിയാവിനെ തടയുകയല്ല ചെയ്യുന്നത്, രാജാവിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ ഈ ഓബദ്യാവിന്റെ ചിന്ത 12-ാം വാക്യം നോക്കിയേ. 18-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ നിന്നെ പിരിഞ്ഞു പോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകും. ഞാൻ ആഹാബിനോട് ചെന്ന് അറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. എന്നിട്ടാണ് പറയുന്നത്, അടിയൻ ബാല്യം മുതലേ യഹോഭക്തനാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനുണ്ട്? അവന്റെ സ്വാർത്ഥതയുടെ ചിന്ത നോക്കിയോളെ. ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞുകൊണ്ട് പോകും. പോയിട്ട് ആഹാബ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ ചിന്തിക്കുക ആരവിടെ കാണില്ല. ക്ഷാമവും പ്രഖ്യാപിച്ചിട്ട് മഴ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. യഹോവ എടുത്തോണ്ട് പോയെന്നാണ് ഓബദ്യാവ് വിശ്വസിച്ചിരിക്കുന്നത്. ശരി തന്നെയാണ്. അതേ ചിന്തയാണ് ഇവിടെ ഓബദ്യാവിന് ഭരിച്ചത്. എന്താ? ഞാൻ ചെന്ന് പറയും, ആഹാബ് ഇങ്ങോട്ട് വരുമ്പോഴ് ഏലിയാവിനെ ദൈവം എടുത്തോണ്ട് പോകും. പിന്നെ എന്ത് എവിടെയാടാ ഏലിയാവെന്ന് ചോദിച്ചുകൊണ്ട് ഓബദ്യാവിനെ പിടിക്കും, കൊല്ലും. ഇതാണ് ഈ ഓബദ്യാവിന്റെ ചിന്ത. അടിയനോ ബാല്യം മുതൽ ഭക്തനാണ്, അതുകൂടെ ചേർത്ത് പറയുന്നുമുണ്ട്. അങ്ങനെ രക്ഷപ്പെടും, ഞാൻ കള്ളനാവും. യഹോവ ഭക്തനായ ഞാൻ വധിക്കപ്പെടും എന്നുള്ള ചിന്ത. ഇത്തരത്തിലുള്ള ഒരു ചിന്ത ശരിക്കും ദൈവത്തിൽ നിന്നുള്ള ഒരു അകൽച്ചയെ കാണിക്കുന്നതാണ്. ശരിക്കും ഈ യോനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ, യോന ചെന്ന് ആദ്യം തർശീശിലേക്ക് പോകാൻ, നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീശിലേക്ക് പോയി. ദൈവം അവിടെ നിന്ന് വലിച്ചഴച്ച് കൊണ്ടുവന്ന്, മോശയെ കൊണ്ടുവരുമ്പോൾ തന്നെ കൊണ്ടുവന്ന് മത്സ്യത്തിന്റെ വയറ്റിലിട്ട് നേരെ നിനവയെ കൊണ്ടുപോയി പ്രസംഗിച്ച് അവിടെയൊക്കെ എല്ലാ ജനത്തിനും മാറ്റം വന്നപ്പോഴും യവൻ ചെന്ന് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് എന്താ ഓരോരുത്തർ ഇരുന്നോട്ടെ, ഇതുകൊണ്ടാണ് ഞാൻ തർശീശിലേക്ക് പോയത്. നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം, ദൈവമേ നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ തർശീശിലേക്ക് പോയത്. അതുപോലെയാണ് ഒരു 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 എന്താ എന്താ ഒരു ഒരു മുൻവിധി, അനാവശ്യമായ മുൻവിധികൾ. പ്രിയമുള്ളവരെ, അനാവശ്യമായ പല മുൻവിധികളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. ഞാൻ അങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെ ആകില്ലേ, ഞാൻ ഇന്നത് ചെയ്ത് എൻ്റെ മകനെന്താകും, എൻ്റെ മക്കളുടെ കാര്യം എന്താകും, ഞാൻ സ്നാനപ്പെട്ടാൽ അതെന്താകും, ഇതെന്താകും, എന്നെ വീട്ടിൽ നിന്ന് പിടിച്ച് വെളിയിൽ കളയില്ലേ,
ഞാൻ സുവിശേഷ പ്രവർത്തനവുമായിട്ട് പോയാൽ, സുവിശേഷം അറിയിക്കാൻ പോയാൽ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇങ്ങനെയുള്ള പല മുൻവിധികൾ അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ്. ഇവിടെ ഓബദ്യാവ് ഒരു ദൂരക്കാഴ്ചയാണ്, അത് അനാവശ്യമായ മുൻവിധിയാണ്. നാം ചിന്തിക്കുന്നതല്ല ദൈവത്തിന്റെ ചിന്ത. ദൈവം ഒരു കാര്യം പറയുവാനായിട്ട് ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ഒരു മുൻവിധിയും നമുക്ക് പാടില്ല എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഈ ഓബദ്യാവ് ഒഴിവൊഴിവ് പറഞ്ഞ് മാറാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ 13-ാം വാക്യത്തില് ഓബദ്യാവ് തൻ്റെ പ്രസ്താവന, ഈസബേൽ പറയുന്ന പ്രസ്താവന കൂടെ ഒന്ന് വായിച്ചു ഞാൻ നിർത്താം. 18-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില്, ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ 100 പ്രവാചകന്മാരെ അപ്പവും വെള്ളവും നൽകി സംരക്ഷിക്കുന്നു. ഈ വസ്തുത ശരിയാണെങ്കിൽ അതിന് ഇവിടെ ശരിക്കും ഓബദ്യാവിന്റെ ആ ചില മറ്റൊരു സ്വഭാവമാണ് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വെള്ളവും അപ്പവും നൽകി സംരക്ഷിക്കുന്നു. നമ്മളാണ് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമേ പറയാവൂ. ഈ ഓബദ്യാവൻ അങ്ങനെ, ഞാൻ ഒരു അല്പ സ്വാർത്ഥത ഈ ഓബദ്യാവിന്റെ ജീവിതത്തിൽ ഇല്ലയോ? ഈ ഓബദ്യാവ് ചെയ്ത കാര്യം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തില് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ കാര്യം ഈ ഓബദ്യാവ് പറഞ്ഞ കാര്യം. പക്ഷെ ഓബദ്യാവ് ഞാൻ എന്ന് ചേർത്ത് തനിക്ക് അല്പം വെയിറ്റോടെ കൊടുത്തു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് എന്നുള്ള തരത്തില് പറയാം. എന്നിട്ട് അവിടെ 14-ാം വാക്യത്തിൽ, അങ്ങനെ ഇരിക്കെ നീ എന്നോട് ചെന്ന് യജമാനോട് ഏലിയാവിടെ കൊണ്ടൊന്ന് ബോധിപ്പിക്കാൻ കൽപ്പിക്കുന്നുവോ? അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള എന്നെ തന്നെ നീ ബലി കൊടുക്കണോ എന്നുള്ളതാണ്. ഏലിയാവിന് യഹോവയിലുള്ളതുപോലെ വിശ്വാസവും അനുസരണവും കാണിപ്പാൻ ഓബദ്യാവിന് കഴിയാതെ പോയി. സപ്ലൈ പോയി കേട്ടോ, അവിടെ നെറ്റ് പോയിട്ടില്ല. കണ്ടിന്യൂ ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ അല്ലേ? സാറേ വീഡിയോ ഓഫ് ചെയ്ത് സംസാരിച്ചാൽ ഒരു മിനിറ്റ്. യെസ്. അപ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാകുന്നു. ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ഏലിയാവിനെ പോലെ കൂടുതലായ ദൈവിക പരിപാലനം അനുഭവിക്കാനായിട്ട് കഴിയും. എന്നാൽ ഏലിയാവിൽ ഉറച്ച വിശ്വാസവും ധൈര്യവും ഓബദ്യാവിനെ പിന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്നു 15-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, ഞാൻ ഇന്ന് അവന് എന്നെ തന്നെ കാണി. നീ പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, നീ ചെന്ന് പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നെ തന്നെ കാണി. നീ എന്ത് വേണോ ചെയ്തു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷെ എന്നെ ദൈവം അയച്ച കാര്യം, അതാണ് ഏലിയാവിന്റെ പ്രത്യേകത. ഞാൻ ഇന്ന് അവനെ എന്നെ തന്നെ, ആഹാബിന് എന്നെ തന്നെ കാണിക്കും. ദൈവിക കൽപ്പനകളുടെ അനുസരണത്തിന് ഇത്തരം അടിയുറച്ച വിശ്വാസം ആവശ്യമാണ്. ദൈവിക കൽപ്പനകളുടെ അനുസരണത്തിന് ഇങ്ങനെയുള്ള വിശ്വാസം ആവശ്യമാണ്. ഓബദ്യാവിനെ പോലെ ചാഞ്ചാടരുതേ. ഇത് കേട്ടപ്പോൾ ഓബദ്യാവിന് ഒരു ബോധം, ഓ അങ്ങനെയാണ്. അത് ഓബദ്യാവിന്റെ നല്ലൊരു സ്വഭാവമാണ്. ഓബദ്യാവിന് നല്ലൊരു ഇത് വന്നു. നേരെ എന്ത് ചെയ്തു? ഓബദ്യാവ് ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആഹാബിനെ അറിയിക്കുകയും അത് കഴിഞ്ഞ് ആഹാബ് നേരെ ഇവിടെ വരികയും ചെയ്തു. വിശ്വാസത്തിന്റെയും പൂർണ്ണ ഒരു ദൈവാശ്രയത്തിന്റെയും കാര്യമാണ് നമുക്ക് പിന്നീട് 13 കാണാനായിട്ട് കഴിയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 3:17 നാം വായിക്കുന്നുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും സേവിക്കുകയില്ല. ഇതാണ് ഉറച്ച വിശ്വാസം. ഈ ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായ അതാ, ഞാനിതാ എന്നെ തന്നെ കാണിക്കാനായിട്ട് പോവുക, അവൻ എന്നെ കൊന്നാലും ശരി, കൊന്നില്ലേലും ശരി. ഇതാണ് പൂർണ്ണമായ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത 18:16 പറയുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ ഓബദ്യാവ് ആഹാബിനെ ചെന്ന് കണ്ടു എന്ന് കാണുന്നു. ആഹാബിനെ ചെന്ന് കണ്ടു. ആഹാബ് ഏലിയാവിനെ കാണാനായിട്ട് വന്നു. എല്ലാം ഭംഗിയായിട്ട് അവിടെ അവസാനിക്കുകയാണ്. ദേശത്തെ ജനതയില് ആത്മീക വെളിച്ചം പകരുന്നതിൽ ഓബദ്യാവിനും അങ്ങനെ ഒരു പങ്ക് ലഭിച്ചു. ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്.
ഇസ്രായേലിന്റെ വിഗ്രഹാരാധന അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അടുത്ത് കർമ്മേലിലേക്ക് പോകാൻ പോവുക. ഏലിയാവ് നേരെ കർമ്മേൽ പർവ്വതത്തിലേക്ക് പോകാൻ പോവുക. അതിന് ഒരു കണ്ണിയായി തീരുവാൻ ഓബദ്യാവിന് കഴിഞ്ഞു എന്നുള്ളത് നാം മനസ്സിലാക്കി. നാം ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ നാം സ്വയം പിന്മാറിപ്പോകാനായിട്ട് ശ്രമിച്ചാൽ ഒരിക്കലും ദൈവത്തിന് നമ്മെ ദൈവം നിർബന്ധിച്ച് ഒരുപക്ഷെ ഉപയോഗിച്ചു എന്ന് വരില്ല. ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നാം ഉത്സാഹത്തോടെ, ദൈവം അതിനുള്ള എല്ലാ പ്രചോദനവും തരും. ഏലിയാവിലൂടെ പിന്നെ പറഞ്ഞു, ഓബദ്യാവ് നേരെ അനുസരിച്ചു. നാം ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവിശ്വാസികളെ കുറിച്ചാണ്. വിശ്വാസികളെ, എന്നെയും നിങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുക. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികളിലൂടെ ഈ വിശ്വാസത്തെ തെളിയിച്ചേ പറ്റും. ഓബദ്യാവിന്റെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. പ്രധാനമായിട്ടുള്ള 5 പോയിന്റുകൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 1, വിശ്വസ്തനായ ഗ്രഹവിചാരകനായ ഓബദ്യാവ്. 2, യഥാർത്ഥ ഭക്തനായ ഓബദ്യാവ്. 3, ഭക്തിയിൽ നിന്നുണ്ടായ പ്രവൃത്തി. 4, ദൈവഭക്തനെ, ദൈവത്തിന്റെ ഭൃത്യനെ തിരിച്ചറിഞ്ഞ് ആദരിക്കുന്ന ഓബദ്യാവ്. മറ്റൊന്ന്, അല്പമായ അവിശ്വാസത്തിലേക്ക് പോയ ഓബദ്യാവ്. മുൻവിധിയോടുകൂടെ കാര്യങ്ങളെ സമീപിച്ച ഓബദ്യാവ് എന്നൊക്കെ പറയാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഓബദ്യാവിന്റെ പഠനത്തിൽ നിന്നും നമ്മെ ചിന്തിപ്പിക്കേണ്ട പല വിഷയങ്ങളും നാം കണ്ടു കഴിഞ്ഞു. നമുക്കൊന്ന് പരിശോധിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ഏത് സ്ഥാനത്തായാലും, നിങ്ങൾ ആരോ ആയിക്കൊണ്ട് പോട്ടെ, ഉയർന്ന തലങ്ങളിൽ, ഭരണതലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകാം, നിങ്ങൾ ഉന്നത ഉദ്യോഗത്തിലായിരിക്കുന്ന, അല്ല ആ അടിമപ്പെൺകുട്ടിയെ പോലെ ആയിരിക്കുന്ന അവസ്ഥയിലാകാം. അവിടെ എവിടെ ആയിരുന്നാലും ദൈവം ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതാ. രണ്ടാമത്, ഭക്തി. അത് ബാല്യം മുതൽ ഭക്തി, അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഭക്തി മാത്രം പോരാ, ഭക്തി വേണം. ഭക്തിയുള്ള പുരുഷന്മാർ ആവശ്യമാണ്. ദാവീദ് വിലപിക്കും പോലെ വിലപിക്കാനായിട്ട് പാടില്ല. ഭക്തിയിൽ നിന്നുള്ള പ്രവൃത്തി ഉണ്ടാകണം. ഭക്തിയിൽ നിന്നുള്ള പ്രവൃത്തി നമ്മളില്ല എങ്കിൽ അത് കാര്യമില്ല. ആ ഭക്തി കൊണ്ട് പിന്നെ പ്രയോജനം. യാക്കോബിന്റെ ലേഖനത്തിൽ അതാണല്ലോ പറയുന്നത്, വിശ്വാസമില്ലാത്ത പ്രവൃത്തി. ആ വിശ്വാസം കൊണ്ട് എന്തിനു കൊള്ളാം? ഒരുത്തൻ വന്ന് വിഷയാചിക്കാൻ അല്ലെങ്കിൽ വിശക്കുന്നവനായിട്ട് വന്നാൽ നീ തീ കാഞ്ഞ് ചെന്ന് സുഖിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന നിന്റെ വിശ്വാസം എവിടെ? നിന്റെ വിശ്വാസം അവനെ രക്ഷിക്കുമോ? അവന്റെ വിശപ്പിൽ നിന്ന് മാറ്റം കൊടുക്കുമോ? അതുകൊണ്ട് നാം ഭക്തിയായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ഭക്തിയിൽ നിന്നുള്ള പ്രവർത്തനം ഉണ്ടാകണം. ഭക്തിയിൽ നിന്ന് പ്രവർത്തനം ഉണ്ടാകണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകം നാം അതിനുവേണ്ടി ജാഗരിക്കേണ്ടത് ആവശ്യമാണ്. ഭക്തിയിൽ നിന്നുള്ള പ്രവർത്തനം മാത്രം പോരാ, ദൈവഭൃത്യന്മാരെ തിരിച്ചറിയണം, സഹവിശ്വാസികളെ തിരിച്ചറിയണം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി കണ്ട തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ എന്താ? അവനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം, അവനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം, അവന്റെ കാര്യങ്ങളൊക്കെ അറിയണം. പോരാ, ദൈവത്തെക്കുറിച്ച് യാതൊരു മുൻവിധിയും നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. അത് ഓബദ്യാവിന്റെ ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ട് അവിടെ പറയുന്നെങ്കിലും നമുക്കൊരു മുന്നറിയിപ്പാണ്. ഒരു മുൻവിധിയും കൂടാതെ ദൈവിക കൽപ്പനകൾ അനുസരിക്കണം. ഞാൻ സ്നാനപ്പെട്ടാൽ എന്താകും? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം കൽപ്പിച്ചതാണെങ്കിൽ, ഇതാ വെള്ളം, സ്നാനമേൽക്കുവാൻ ഇനി എന്താ തടസ്സം? ഞാൻ സ്നാനപ്പെട്ടിട്ട് അങ്ങ് ചെന്നാൽ എന്നെ മന്ത്രിസ്ഥാനം അവിടെ കാണുമോ? ഷണ്ണൻ അത് ചിന്തിച്ചില്ല. പ്രിയമുള്ളവരെ, മുൻവിധികൾ മാറ്റിവെച്ച് ദൈവത്തെ അനുഗമിപ്പാൻ നാം തയ്യാറാകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പം നിമിഷങ്ങൾ മുന്നോട്ട് പോയെങ്കിലും നിങ്ങൾ ക്ഷമിച്ചുവല്ലോ. ദൈവത്തിന്റെ വിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. പ്രത്യേക പ്രിയ സാറിനോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പ്രിയ ബാബു തോമസ് അങ്കിൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം.